എന്നാലും മോളെ നീ തനിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് കാണില്ലേ? അതിനു പകരം നീ ഒന്ന് കേനെയോ ഹരിക്കുട്ടനെ വിളിച്ചാ പോരായിരുന്നോ? അവര് വേണ്ടുന്നതൊക്കെ ചെയ്യുമായിരുന്നില്ലേ? എന്തായാലും മോളെ നീ ഹരിക്കുട്ടനോടും കേനോടും ഒന്നും പറയാതിരുന്നാ നന്നായി. അവരെങ്ങാനും ഞാൻ കിണറ്റിൽ വീണൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരിക്കുട്ടനായാലും കേനായാലും വല്ലാണ്ട് പേടിച്ചേനെ. ചെറുപ്പം തൊട്ടേ എനിക്കൊരു ചെറിയ മുറിവുണ്ടായ പോലും രണ്ടുപേർക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ കുട്ടികൾക്ക് അത്രമാത്രം സ്നേഹം ഉള്ളതുകൊണ്ട് അങ്ങനെ. എന്റെ കേനേക്കാളും എന്റെ ഹരിക്കുട്ടനെ എന്നോട് കൂടുതൽ അടുപ്പം. എന്റെ മോളൊരു കാര്യം ചെയ്യ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അവരെ അറിയിക്കണ്ട. തൽക്കാലം ഞാൻ കിണറ്റിൽ വീണൂന്നുള്ളത് നീയും ഞാനും മാത്രം അറിഞ്ഞാ മതി. മറ്റാരോടും പറയാൻ നിക്കണ്ട. ഞാനും ആരോടും പറയുന്നില്ല. ശരി അമ്മേ, ഞാൻ പറയുന്നില്ല. എന്റെ തലയ്ക്ക് ആരോ ചുറ്റിക വച്ചടിക്കുന്ന പോലെ തോന്നുക മോളെ. ഭയങ്കര വിങ്ങല്, തല പൊട്ടിപ്പിളരുന്ന പോലെയുണ്ട്. മോളെ ഭൈരവി, നീ നേരത്തെ എന്നോട് വന്ന് പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങിപ്പോയേക്കല്ലേ മോളെ. എന്റെ കേന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം മോളെ. അവനോട് നിന്നോട് വന്ന് ക്ഷമ ചോദിക്കാൻ ഞാൻ പറയാം. ഭൈരവി, മോള് ഞാൻ പറയുന്ന കേക്ക്. ഒരിക്കലും വീട് വിട്ട് ഇറങ്ങാൻ മാത്രം മോള് തയ്യാറാവരുത്. കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അത് എന്നോട് വന്ന് പറ. വേണമെങ്കിൽ അവനെ ഞാൻ 4 തല്ല് തല്ലിയെങ്കിലും തിരുത്തിക്കോളാം. എന്റെ മൂത്ത മരുമോള് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഞാനുണ്ടാവില്ല മോള്. ഇനി എന്താ എന്റെ മോൾ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. മോൾ എനിക്കെന്നാ വാക്കുതാ, നിന്റെ കുടുംബം ഇനി ഇതാ ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങി പോയില്ലെന്ന് എനിക്ക് സത്യം ചെയ്തതാ. ശരി അമ്മ, ഞാൻ പോയില്ല. അമ്മേ, മോള് സത്യം ചെയ്തല്ലോ. എനിക്കിത് മാത്രം മതി. എന്റെ വയ്യായിക എല്ലാം മാറി. ഇപ്പൊ എനിക്കൊരു വേദനയില്ല. വാക്കാണല്ലോ മോളെ ഇത്, ഞാൻ വിശ്വസിച്ചോട്ടെ. മാഡം, ഇതാ മരുന്ന്. ദിവസവും കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ഇതൊക്കെ. എത്ര നേരാന്നുള്ളതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അല്ല മോളെ, എന്തിനാ ഇത്രയും ഗുളിക? അമ്മയ്ക്ക് കഴിക്കാനുള്ളതാ. എനിക്ക് എന്തിനാ? എന്റെ വയ്യായികയൊക്കെ മാറി. അമ്മയുടെ തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. അത് മെൽറ്റ് ആവാൻ വേണ്ടിട്ടാ ഈ ടാബ്ലറ്റ്സ് ഒക്കെ തന്നേക്കുന്നത്. എനിക്ക് ഈ മരുന്നും ഗുളികകളും ഒന്നും വേണ്ട മോളെ. എന്റെ മോള് കുടുംബത്തുണ്ടെങ്കിൽ തന്നെ എന്റെ എല്ലാ അസുഖങ്ങളും മാറിക്കോളൂ. നമ്മൾ ആശുപത്രിയിലേക്ക് വന്നതുപോലും ഹരിക്കുട്ടനോടും കേനോടും നീ പറയാൻ നിക്കണ്ട. ഇത് പറഞ്ഞ കുട്ടികള് രണ്ടുപേരും വല്ലാണ്ട് പേടിച്ചു പോവും മോളെ. കേട്ടല്ലോ? ചുപ്പി, ഇതാ ഈ കാപ്പി കുടിക്ക്. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഇട്ടതാ. ഇതൊന്നും വേണ്ടായിരുന്നു സിന്ധു. ഞാൻ ഇത് കഴിഞ്ഞു കുടിച്ചോളാം. അവിടെ വെച്ചു. അതൊന്നും പറ്റില്ല. നീ ഇപ്പൊ തന്നെ കുടിക്കണം. അതുവരെ ഞാൻ തൂത്ത് തുടച്ചോളാം.
ഇവിടെ പണിക്കാരി നീയാണോ ഞാനാണോ കാണുന്നവര് സംശയിക്കും കേട്ടോ. ഉം. ഇപ്പൊ ദിവസവും പകുതി ജോലി നീ തന്നെയാ ചെയ്യുന്നത്. ദമയന്തിയമ്മ ഇതങ്ങനെ കണ്ട അത് മതി, എന്നോട് ജോലി നിർത്തി പൊക്കോളാൻ പറയും. എന്റെ വീട്ടിൽ എല്ലാ ജോലിയും ഞാൻ തന്നെയാ ചെയ്യാറ്. ഇവിടെ വന്നപ്പോ ആരും സമ്മതിക്കുന്നില്ലെന്നേ. അതുകൊണ്ടല്ലേ ഇടയ്ക്കൊക്കെ നിന്റെ ജോലി ഞാൻ ചെയ്യാൻ നോക്കുന്നത്. സിന്ധു, കാപ്പി നന്നായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കാപ്പിയും കൂടി ഇട്ടോണ്ട് വരട്ടെ ആ, ചുട്ടി? അയ്യോ അത് വേണ്ട. ശരി. ഒരു മാസം പോലും ആയില്ലല്ലോ സിന്ധു ഇവിടെ വന്നിട്ട്. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ ചുപ്പിയായിട്ട് അവൾ ഇത്രയേറെ അടുത്തത്? ആ പറയ് സ്നേഹേ. ഭൈരവി, നീ എന്തിനത് കയ്യിൽ കൊണ്ടു നടക്കുന്നേ? ഇതൊക്കെ അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ട്സാ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നുവിട്ടതാ. ഈശ്വര, ഇതെങ്ങാനും കേനോ ഹരിക്കുട്ടനോ കണ്ടാ പിന്നെ നമ്മള് രണ്ടുപേരെയും പിള്ളേര് വച്ചേക്കില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഈ റിപ്പോർട്ട്സ് ഒക്കെ കളഞ്ഞേക്ക്. ആരെയും കാണിക്കാൻ നീ നിക്കണ്ട. നീ എന്താ മോളെ ആലോചിക്കുന്നേ? അല്ലമ്മേ, ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ടെന്ന് തന്നെയാണോ അമ്മയുടെ തീരുമാനം? പിന്നല്ലാണ്ട്. ഇനി ഒട്ടും പറയാൻ പറ്റില്ല. ഒരു വശത്ത് അവരോട് പറയാതെ ആശുപത്രി പോയതിന്റെ പരാതി, അതിന്റെ കൂടെ പിന്നെ അവരെന്നെ നിൽക്കാനോ ഇരിക്കാനോ വിടില്ല. അതൊക്കെ ഒഴിവാക്കാനാ. എന്നാ മോളെ, ഞാൻ പയ്യെ വീട്ടിനകത്തേക്ക് കയറി പോവാ. നീ ഇതൊക്കെ ആരും കാണാണ്ട് എവിടെങ്കിലും കൊണ്ടുവയ്ക്ക്. കേട്ടോ? ഭൈരവി, എന്താ നിന്റെ കയ്യിലിരിക്കണ? നീ എവിടെ പോയിട്ട് വരിക? ഇതൊക്കെ എന്റെ പഴയ കുറച്ച് പ്രൊജക്ട് ഫയൽസാ. ഓ, പ്രോജക്ട് ഫയൽസ് ആണല്ലേ. ശരി. ആ, അമ്മേ, അമ്മ എവിടെ ആയിരുന്നു? എന്താ സിന്ധു? അമ്മ എവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തിനാ മോളെ? അച്ഛൻ ഫോൺ ചെയ്തിരുന്നു അമ്മയോട് സംസാരിക്കണമെന്നും പറഞ്ഞു. അമ്മയുടെ ഫോണാണെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നമ്മേ. എന്നിട്ട് അമ്മയെ കിട്ടാത്തതുകൊണ്ട് അച്ഛൻ എന്നെ വിളിച്ച് ചോദിച്ചു. ശരിയെന്നാ, ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ശരി അമ്മേ. ആ. ദമയന്തിക്ക് ഇനി 3 മാസത്തെ ആയുസേ ഉണ്ടാവൂ. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. ഡോക്ടർ എന്താ എന്നെ അങ്ങനെ നോക്കുന്നത്? നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് 1 മാസം പോലും തികഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും നീ ചുപ്പിയായിട്ട് അടയും ചക്കരയും പോലാണല്ലോ. ഇതൊക്കെ എപ്പോഴാ? അങ്ങനെ നോക്കിയാ എന്റെ വീട്ടിൽ എല്ലാ ജോലിയും ഞാൻ തന്നെയാ ചെയ്തിരുന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഒരു പണിയില്ല. അതുകൊണ്ടാ ചുപ്പിയുടെ ജോലികളൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങി ചെയ്യുന്നു. കഷ്ടമുണ്ട്.
എത്ര ജോലിന്ന് വെച്ചാ അവള് തനിച്ച് ചെയ്യാം. ഈ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ നീ ചുപ്പിയെ പരിചയപ്പെട്ടത്? അതോ നേരത്തെ അറിയായിരുന്നു? എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചേ? ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ചുപ്പിയെ ഇതിനു മുമ്പ് ഞാൻ അമ്പലത്തിലും കടയിലും വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ മിണ്ടാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ചുപ്പിയായിട്ടുള്ള എന്റെ അടുപ്പം ഡോക്ടറുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത്. ഇനി അവളോട് മിണ്ടുമ്പോ 4 പാടും ശ്രദ്ധിക്കണം. അമ്മേ, നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ ഉള്ളിൽ എത്രമാത്രം സന്തോഷാണെന്നോ. എന്താ മോളെ, പറഞ്ഞോ. 3 നേരം അമ്മയ്ക്ക് സമയത്ത് മരുന്നെടുത്ത് തരണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ മോളെ മരുന്നൊക്കെ? എന്റെ വേദനയൊക്കെ പോയി. അങ്ങനെയല്ല അമ്മേ, തലയില് ബ്ലഡ് ക്ലോട്ട് ഇല്ലേ? പെട്ടെന്ന് വല്ല വേദന ഉണ്ടായാലോ? അമ്മ ഈ മരുന്നൊക്കെ തെറ്റാതെ കഴിക്കണം. ശരി മോളെ, നീ തരുന്നോണ്ട് മാത്രാ കഴിക്കുന്നെ. വെള്ളം എടുത്തോണ്ട് വരാം. അമ്മേ, ഈ മരുന്നൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. വേദന വരികയാണെങ്കിൽ ഇതിലൊന്നും എടുത്ത് കഴിക്കാലോ. ശരി മോളെ. ഭൈരവി. അമ്മേ, എന്താ അമ്മേ? ഭൈരവി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ കിണറ്റില് വീണെന്ന് ഈ വീട്ടിൽ ആരോടും നീ പറഞ്ഞു തരുത്. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. അമ്മയ്ക്ക് തലയിൽ ഇങ്ങനെ ഒരു പരിക്കുണ്ടായത് വീട്ടിൽ ആരോടും പറയാതിരുന്ന നാളെ ഇവരെല്ലാം എന്നെയല്ലേ കുറ്റം പറയാ? ആരും ഒന്നും പറയില്ല മോളെ. ഇതിപ്പോ ഞാൻ തന്നെയല്ലേ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞത്. ശരി അമ്മേ. എന്നാ പിന്നെ മോള് പൊയ്ക്കോ. ഭൈരവി ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ഞാൻ കിണറ്റില് വീണ നിമിഷം തൊട്ട് അവളുടെ പെരുമാറ്റത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ തന്നെ തുടർന്നാ മതിയായിരുന്നു. ഈശ്വര, അവൾ എന്റെ കേന ഒന്നിച്ച് ജീവിച്ചാ മതിയായിരുന്നു. അച്ചു സിന്ധുവും തമ്മിലുള്ള ഇർപ്പശം വെച്ച് അവൻ നോണ പറഞ്ഞതൊക്കെ. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫോണിൽ നിന്ന് ആരായിരിക്കും സിന്ധുവിന് മെസ്സേജ് ഒക്കെ അയച്ചത്? അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ചുപ്പി, ഇങ്ങ വന്നേ. ഈശ്വര, എന്തേലും അറിഞ്ഞിട്ടായിരിക്കോ ഹരിച്ചേട്ടൻ എന്നെ വിളിക്കുന്നേ? ചുപ്പി, നീ കല്യാണത്തിന് അന്ന് എവിടെയായിരുന്നു? അന്ന് എന്റെ അച്ഛന് സുഖമില്ലാണ്ടായി. അതാ എനിക്ക് വരാൻ പറ്റാഞ്ഞെ. ദമയന്തിയോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓ, സിന്ധു നിനക്ക് എത്ര നാളായിട്ടാ പരിചയം? ഇതെന്തിനാ സിന്ധുവിനെ പറ്റിയൊക്കെ ചോദിക്കുന്നേ? പറയൂ ചുപ്പി, സിന്ധുവായിട്ടുള്ള കൂട്ടുകെട്ട് എപ്പോ തുടങ്ങിയതാ? കൂട്ടുകെട്ടൊന്നുമില്ല ചേട്ടാ. പിന്നെന്താ, എത്ര നാളായിട്ട് അറിയാം?
ഈശ്വര, ഹരിച്ചേട്ടന് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതാ ഇങ്ങനെ കുത്തിയും കിഴിച്ചും ഒക്കെ ചോദിക്കുന്നെ. സിന്ധുവിനെ ചേട്ടന് പറഞ്ഞുറപ്പിച്ചിരുന്നില്ലേ? അപ്പൊ തൊട്ടറിയാം. അപ്പൊ അതിനു മുമ്പ് അറിയില്ലായിരുന്നോ? അറിയില്ല. സിന്ധുവിനോട് ഇതിനു മുമ്പ് നീ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനൊന്നുമില്ല ചേട്ടാ. ഇടയ്ക്ക് ചിലപ്പോ അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. അപ്പൊ നീ ഇതിനു മുമ്പ് സിന്ധുവിനോട് സംസാരിച്ചിട്ടേ ഇല്ല, അങ്ങനെയാണോ? ഇല്ല ചേട്ടാ. എന്താ ഏട്ടാ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? ചുമ്മാ ചോദിച്ചതാ. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നീ സിന്ധുവിനോട് സംസാരിച്ചതല്ലേ? അതെ ചേട്ടാ. ശരി, നീ പോയിക്കോ. ഇനി നിന്റെ കൂടി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും കഴിയില്ല. ഇപ്പൊ തന്നെ നിന്റെ അമ്മയോട് പറഞ്ഞ് ഈ വീട് വിട്ടു പോവോ? നന്നായി. അവളായിട്ട് പോയതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അയ്യേ, പോവാന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങിയിട്ട് ഇവളെന്താ ഇവിടെ തന്നെ വായി നോക്കി നിൽക്കുന്നേ? അപ്പൊ ഇടയ്ക്ക് വെച്ച് ആരോ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? നീ ഇപ്പൊ വീടെത്തിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയ. ബാൽക്കണിയിൽ ഇങ്ങനെ വായി നോക്കി നിൽക്കാനാണോ അത്രയും വലിയ സീനുണ്ടാക്കിയ? രാവിലത്തെ ആ ചാട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. എന്തിനാണോ മേഡം തീരുമാനം മാറ്റിയേ? എന്റെ അമ്മ നിന്റെ കാല് പിടിച്ച് കരഞ്ഞു പോവരുതേന്ന്? അതോ നിന്റെ തന്തപ്പടി പറഞ്ഞോ? നീ പോകാത്ത ഒരു വിധത്തിൽ എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷെ നീ പോയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷിച്ചേനെ.